തെക്കൻ തിരുവിതാംകൂറിലെ ഇരുളടഞ്ഞ കാട്ടുപാതകളിൽ അർദ്ധരാത്രിയിൽ യാത്ര ചെയ്യുന്നവർ ഇന്നും ഭയക്കുന്നൊരു പേരുണ്ട്. കള്ളിയങ്കാട്ട് നീലി. വെളുത്ത സാരിയൊടുത്ത പാലപ്പൂവിന്റെ ഗന്ധമുള്ള വെറുമൊരു സാധാരണ യക്ഷിയല്ല നീലി. അവൾ അതിക്രൂരമായി ചതിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ രക്തദാഹിയായ പ്രേതമാണ്. ഈ ഭയാനകമായ രൂപത്തിനു പിന്നിൽ കണ്ടു നനയിക്കുന്ന എന്നാൽ അതിക്രൂരമായ ഒരു പ്രണയകഥയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പഴവൂർ എന്ന ഗ്രാമത്തിൽ പഞ്ചമി എന്നൊരു സുന്ദരിയായ പെൺകുട്ടിയുണ്ടായിരുന്നു. ആ നാട്ടിലെ ക്ഷേത്രത്തിലെ നർത്തകിയായിരുന്ന അവൾ അതിമനോഹരമായി നൃത്തം ചെയ്യുമായിരുന്നു. അവളുടെ ചിലമ്പൊലി നാദം കേൾക്കാനും ആ നൃത്തം കാണാനും പല ദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ഉത്സവകാലത്ത് ആ നാട്ടിലേക്ക് വിദേശത്തു നിന്നും ഒരു യുവ വ്യാപാരിയെത്തി. അതിസമ്പന്നനായ അവൻ പഞ്ചമിയുടെ നൃത്തം കണ്ട് അവളിൽ ആകൃഷ്ടനായി. ചന്തമുള്ള രൂപവും മധുരിക്കുന്ന വാക്കുകളും കാണിച്ച് അവൻ പതിയെ പഞ്ചമിയെ വലയിലാക്കി. നിർമ്മലമായ ഹൃദയമുള്ള ആ പാവം പെൺകുട്ടി അവന്റെ കപടമായ സ്നേഹം സത്യമാണെന്നു വിശ്വസിച്ചു. അവൻ താനുമായി വിവാഹം കഴിച്ച് ദൂരെ ഏതോ വലിയ നഗരത്തിൽ പോയി സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൾ കരുതി. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ആരുമറിയാതെ തന്നോടൊപ്പം നാടുവിടാൻ അവൻ പഞ്ചമിയെ നിർബന്ധിച്ചു. അവന്റെ വാക്കുകളിൽ മയങ്ങിയ അവൾ ഒരമാവാസി രാത്രിയിൽ തന്റെ കൈവശമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളുമായി അവനോടൊപ്പം വീട് വിട്ടിറങ്ങി. ആരും കാണാതിരിക്കാൻ അവർ കള്ളിയങ്കാട് എന്ന കൊടുങ്കാട്ടിലൂടെയാണ് യാത്ര ചെയ്തത്. പകൽ പോലും വെളിച്ചം വീഴാത്ത വന്യമൃഗങ്ങൾ നിറഞ്ഞ ആ കാട്ടിലൂടെ നടക്കുമ്പോൾ പഞ്ചമിക്കു വല്ലാത്ത ഭയം തോന്നിയിരുന്നു. എങ്കിലും പ്രിയപ്പെട്ടവൻ കൂടെയുണ്ടല്ലോ എന്ന വിശ്വാസത്തിൽ അവൾ നടന്നു. എന്നാൽ ആ കൊടുങ്കാടിന്റെ ഏറ്റവും നടുവിലെത്തിയപ്പോൾ വ്യാപാരിയുടെ നടത്തം നിന്നു. അവന്റെ യഥാർത്ഥ കപടമുഖം അവിടെ പുറത്തുവരികയായിരുന്നു. വന്യമായൊരു ചിരിയോടെ അവൻ പഞ്ചമിയുടെ നേരെ തിരിഞ്ഞു. അവൻ പഞ്ചമിയുടെ കഴുത്തിലെയും കൈകളിലെയും സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നായി ബലമായി വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. പെട്ടെന്നുണ്ടായ ആ ആക്രമണത്തിൽ പകച്ചുപോയ അവൾ തന്റെ ജീവനുവേണ്ടി അവനോട് അലറിക്കരഞ്ഞപേക്ഷിച്ചു. എന്നാൽ സ്വർണത്തോട് മാത്രം ആർത്തിയുണ്ടായിരുന്ന ആ കൊടും ചതിയൻ അതൊന്നും കേട്ടില്ല. ഒടുവിൽ ഇനി അവൾ ജീവിച്ചിരുന്നാൽ തനിക്കതൊരപകടമാകും എന്ന് കരുതിയ അവൻ തന്റെ അരയിൽ ഒളിപ്പിച്ചിരുന്ന മൂർച്ചയേറിയ വാളെടുത്ത് പഞ്ചമിയെ ക്രൂരമായി വെട്ടിവീഴ്ത്തി. അവളുടെ മനോഹരമായ ദേഹം മുഴുവൻ ചോരയിൽ കുളിച്ചു. പ്രാണവേദനയാൽ അവൾ ആ കാട്ടിൽ കിടന്നു പിടഞ്ഞു. അവളെ നിർദ്ദയം ചതിച്ച ആ വ്യാപാരി രക്തം പുരണ്ട ആഭരണങ്ങളുമായി ആ കാടിന്റെ ഇരുളിലേക്ക് അപ്രത്യക്ഷനായി. ആ കൊടുങ്കാട്ടിൽ ചോരയിൽ കുളിച്ച പഞ്ചമിയുടെ ശരീരം ആരുമറിയാതെ മണ്ണടിഞ്ഞു തീർന്നു. എന്നാൽ മാങ്ങാട്ടു മണ്ടപ്പൻ കതിവന്നൂർ വീരനായി ഉയർത്തെഴുന്നേറ്റതുപോലെ പഞ്ചമിയുടെ കഥ അവിടെ അവസാനിച്ചില്ല. ആ ദാരുണമായ ചതിയിൽ നിന്നുള്ള വേദനയും പകയും ആ കാടിനെ മുഴുവൻ വിറപ്പിച്ചു. ആ പക അവളെ ഒരു രക്തദാഹിയായ യക്ഷിയാക്കി മാറ്റി. കള്ളിയങ്കാട്ട് നീലി. അവളുടെ മനോഹരമായ മുഖം അതിഭയാനകമായി മാറി. കണ്ണുകളിൽ ചോരയുടെ ചുവപ്പ് പടർന്നു. നീളൻ നഖങ്ങളും കൂർത്ത പല്ലുകളുമായി അവൾ ആ കാട്ടുപാതയിൽ ഒളിച്ചിരുന്നു. തന്നെ ചതിച്ച വ്യാപാരിയുടെ രൂപമുള്ള എല്ലാ പുരുഷന്മാരെയും വേട്ടയാടാൻ അവൾ തീരുമാനിച്ചു. അർദ്ധരാത്രിയിൽ മനോഹരമായൊരു പെൺകുട്ടിയുടെ രൂപത്തിൽ ഒരു കുട്ടിയെയും കയ്യിലേന്തി അവൾ കാട്ടുപാതയിലൂടെ പോകുന്ന യാത്രക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. എനിക്ക് വഴിതെറ്റി, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്ന അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി സഹായിക്കാനെത്തുന്ന പുരുഷന്മാരെ അവൾ കാട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ച് തന്റെ ഭയാനകമായ യഥാർത്ഥ രൂപം കാണിച്ച് അവരുടെ നെഞ്ചു പിളർന്ന് അവരെ ക്രൂരമായി കൊന്ന് ചോര കുടിക്കും. കാലങ്ങൾ കടന്നുപോയി. നീലിയുടെ ഭീകരത നാടാകെ പടർന്നു. ആ വഴി പോകാൻ തന്നെ ആളുകൾ ഭയന്നു. ഒടുവിൽ നീലിയെ എന്നേക്കുമായി തളയ്ക്കാൻ നാട്ടുപ്രമാണികൾ സാക്ഷാൽ കടമറ്റത്ത് കത്തനാരെ വിളിച്ചുവരുത്തി. വലിയൊരു മരക്കുരിശും ഇരുമ്പാണികളുമായി കത്തനാർ കള്ളിയങ്കാട്ടിലെത്തി. അതൊരു വലിയ മാന്ത്രിക യുദ്ധമായിരുന്നു. നീലി തന്റെ ഭയാനകമായ മായാജാലങ്ങൾ മുഴുവൻ കത്തനാർക്കു നേരെ പ്രയോഗിച്ചു. തീമഴയായും കൊടുങ്കാറ്റായും അവൾ അഞ്ഞടിച്ചു. എങ്കിലും കത്തനാർ തന്റെ മാന്ത്രിക ശക്തിയും മന്ത്രങ്ങളും കൊണ്ട് നീലിയെ പ്രതിരോധിച്ചു. നീണ്ട പോരാട്ടത്തിനൊടുവിൽ കത്തനാർ തന്റെ കയ്യിലുള്ള ഇരുമ്പാണിയിൽ മന്ത്രം ചൊല്ലി നീലിയുടെ ആത്മാവിനെ ഒരു വലിയ ഏഴിലം പാലമരത്തിൽ തളച്ചു. ഇന്നും തെക്കൻ തിരുവിതാംകൂറിലെ ആ പഴയ കാട്ടുപാതയിൽ അർദ്ധരാത്രിയിൽ ഒരു കുട്ടിയുടെ കരച്ചിലും
ചങ്ങലകളുടെ കിലുക്കവും കേൾക്കാം എന്നു പറയപ്പെടുന്നു. ചതിക്കപ്പെട്ട് കൊല്ലപ്പെട്ട നീലിയുടെ പക ഇന്നും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. നിങ്ങളിതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? അതോ ആരോ പടച്ചുവിട്ട കേട്ടുകഥയായിട്ടാണോ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ സ്റ്റോറികൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.